അപ്പം നീണ്ട 37 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. സംഭവം വേറൊന്നുമില്ല, നമ്മുടെ തൊണ്ടയുടെ പ്രശ്നമുണ്ടല്ലോ, അതിങ്ങനെ കൂടി 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 വമ്പൻ പ്രശ്നമായി. അങ്ങനെ ഡോക്ടറെ കാണിച്ചു. അവരാണെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ: റെസ്റ്റ് എടുക്കുക, പണിയൊന്നും ചെയ്യാണ്ടിരിക്കുക, അത്ര തന്നെ. കാരണം ഇത് റെസ്റ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് കൂടി കൂടി വമ്പൻ പ്രശ്നമാവാൻ നല്ല ചാൻസ് ഉണ്ടായിരുന്നു. സംഭവം വേറൊന്നുമില്ല, കഴിഞ്ഞ മാസം അത്യാവശ്യം കൺസിസ്റ്റൻസിയിലാണ് കൊണ്ടുപോയത്. ആ കൺസിസ്റ്റൻസിയാണ് എൻ്റെ വില്ലനായിട്ട് മാറുന്നത്. ഞാനിതിങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തൊണ്ടയുടെ പ്രശ്നം കൂടി കൂടി വരും, പിന്നെ റെസ്റ്റിലേക്ക് പോകേണ്ടി വരും. സോ ഇനി വീഡിയോ ഇടുന്നുണ്ടാവുക ചിലപ്പോൾ ഗ്യാപ്പ് എടുത്തിട്ടൊക്കെ ആവും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സിനിമ, നമ്മുടെ ലൈഫ് എന്നെ തീരുമാനിക്കുന്ന ഒരു ഐറ്റം ഉണ്ട്: പണം. അതുണ്ടാക്കാനായിട്ട് 2 മാർഗങ്ങളുണ്ട്. ആ മാർഗം എന്തായി തീരുമെന്നുള്ളത് നമ്മൾ വേണം തീരുമാനിക്കാൻ. ഇതങ്ങനെയുള്ളൊരു തീരുമാനത്തിൻ്റെ കഥയാണ് ലോകം കണ്ട ഏറ്റവും വലിയ ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ്. ഇത്ര മാത്രമേ ഈ ഒരു സിനിമയെക്കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ. ഇതൊരു ഗംഭീര സിനിമ, ഭയങ്കര ത്രില്ലടിപ്പിക്കുന്ന ട്വിസ്റ്റും ടേൺസുള്ള സിനിമയൊന്നും ഇല്ലാട്ടാ. ഒരു പക്ക റിയലിസ്റ്റിക് രീതിയിൽ എടുത്തു വെച്ചിട്ടുള്ള ഒരു ഗംഭീര സിനിമ. ഇതിനകത്തുള്ള പെർഫോമൻസ് മതി നമുക്കിത് കണ്ടിരിക്കാൻ. പിന്നെ ഈ സിനിമയുടെ പേര്, അത് ഞാൻ അവസാനം പറയാം. അതിനൊരു കാരണമുണ്ട്, അതെന്താണെന്നൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ലേഖാക്കുന്നില്ല, നേരെ സിനിമയിലേക്ക് കടക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ സിനിമയിലേക്ക് കടക്കാം. ഒരു ജോലിക്ക് വേണ്ടി നെറ്റോട്ട് ഓടുന്ന ഒരു കഥാപാത്രം എമിലി. താൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻറ് ലോൺ ഏകദേശം $70,000 ആണ്. അതടയ്ക്കാൻ വേണ്ടി കാണുന്ന എല്ലാ ഇൻ്റർവ്യൂകളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എമിലി. ഈ ലോൺ മാത്രമല്ല, തൻ്റെ റെൻറ്റ്, ഡെയിലി ലൈഫ്, അതൊന്നും പോരാണ്ട് പലരുടെ അടുത്തൊന്നും വാങ്ങിച്ചിട്ടുള്ള കടങ്ങൾ. ഇതെല്ലാം ഒറ്റയടിക്ക് തീർക്കാൻ ഒരിക്കലും സാധിക്കില്ല. എന്നാൽ തൽക്കാലത്തിന് നല്ല സാലറിയിൽ ഒരു ജോലിയിൽ കയറിക്കഴിഞ്ഞാൽ അതൊരു ആശ്വാസമായിരിക്കും. എന്നാൽ എവിടെയൊക്കെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ അവരെല്ലാവരും എമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യും. അവിടെയാണ് തൻ്റെ ഏറ്റവും വലിയ തടസ്സം. കുറച്ചു മുമ്പ്, അതായത് എമിലി പഠിക്കുന്ന സമയത്ത്, അവളുടെ പേരിൽ ഒരു അസോൾട്ട് കേസ് ഉണ്ടായിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ട് തനിക്ക് എവിടെയും ജോലി കിട്ടുന്നില്ല. സോ പോകുന്ന ഇൻ്റർവ്യൂന്നെല്ലാം ദേഷ്യപ്പെട്ടിട്ടാണ് താനങ്ങ് ഇറങ്ങിപ്പോകുന്നത്. സത്യം പറഞ്ഞാൽ മടുത്തു. അങ്ങനെ അവിടുന്ന് നേരെ പോകുന്നത് വലിയൊരു കിച്ചണിലോട്ടാണ്. തൽക്കാലത്തിന് ചെറിയൊരു സാലറിക്ക് വേണ്ടി ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഓഫീസുകളിലേക്കൊക്കെ ഫുഡ് സപ്ലൈ ചെയ്യുന്ന ഒരു കിച്ചണാണിത്. അതായത് ഒരു ബൊഫേ സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു കിച്ചൺ അഥവാ മെസ്സ്. ഇവിടുത്തെ ഫുഡെല്ലാം ഡെലിവറി ചെയ്യാനായിട്ട് ഏതോ ഒരു കമ്പനി കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്. അവരുടെ കീഴിലാണ് എമിലി ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. വെറും നക്കാപ്പിച്ചയാണ് തൻ്റെ സാലറി. എന്നാൽ ജീവിക്കാൻ അതേലും വേണ്ടേ? സോ ഒരു പരാതിയില്ലാതെ അവൾ ആ ജോലി അങ്ങ് കഷ്ടപ്പെട്ട് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവളുടെ കൂടെ ജോലി ചെയ്യുന്ന സാൻഡോസ് എമിലിയെ കാണാൻ വരുന്നത്. എമിലി, ഇന്നത്തെ ഷിഫ്റ്റ് നിനക്കൊന്ന് മാനേജ് ചെയ്യാൻ പറ്റുമോ? മകൻ്റെ സ്കൂളിലൊരു മീറ്റിംഗ് ഉണ്ടേ, അതുകൊണ്ടാ. ഇത് കേട്ടേക്ക് ആദ്യം പറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷെ മകൻ്റെ കാര്യമാണല്ലോ, അങ്ങ് സമ്മതിക്കുന്നു. ഇത് കേട്ടേക്ക് സാൻഡോസ് ആണെങ്കിൽ ഭയങ്കര ഹാപ്പി. എന്നാൽ ഹാപ്പിനെസ് മാത്രമായിരുന്നില്ല, പുള്ളിക്കാരൻ DS എന്ന് പറയുന്ന ഒരു നമ്പർ അങ്ങ് ഷെയർ ചെയ്യുന്നു. ഇങ്ങോട്ടൊരാൾ ഫേവർ ചെയ്തു തരുമ്പോൾ തിരിച്ചങ്ങോട്ടും ചെയ്യണ്ടേ എന്തേലൊക്കെ. അങ്ങനെ എമിലി ചോദിക്കുകയാണ്, അല്ല സാൻഡോസ്, ആരാണ് ഈ DS എന്ന് വെച്ചാൽ ഡമ്മി ഷോപ്പർ. നിനക്ക് 1 മണിക്കൂറിൽ $200 ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. ഇവൾക്കാണെങ്കിൽ എന്താ സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ആ നമ്പറും വാങ്ങി റൂമിലോട്ട് പോകുന്നു. ദേ, ഈ കപ്പിളാണ് ഇവളുടെ റൂംമേറ്റ്. അവർക്കാണെങ്കിൽ എമിലീനെ വലിയ താല്പര്യമില്ല. അങ്ങനെ എമിലി അന്ന് രാത്രി തൻ്റെ ലോണിൻ്റെ ആൾക്കാർക്ക് വിളിച്ചു നോക്കുന്നു. കാരണം കഴിഞ്ഞ മാസം താൻ അടച്ച $400 ലോണിലേക്ക് കയറിയിട്ടില്ല. അതെന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചു നോക്കുന്നത്. നോക്കുമ്പോൾ അടച്ച $400 പലിശയിലേക്കാണ് കയറിയിട്ടുള്ളത്. സോ ഇൻട്രസ്റ്റ് കൂടി കൂടി വരികയാണ്. എത്രയും പെട്ടെന്ന് ലോൺ അടച്ച് തീർത്തില്ലെങ്കിൽ മുട്ടം പണിയാണ് കിട്ടാൻ പോകുന്നത്. അങ്ങനെ അന്ന് രാത്രി എന്ത് ചെയ്യണമെന്നറിയാണ്ട് ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ് എമിലി. ഇവളൊരു അസാധ്യ ആർട്ടിസ്റ്റാണ്. പക്ഷെ ഇവളുടെ പ്രശ്നങ്ങൾ കാരണം അവൾക്ക് എവിടെ എത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി DS എന്ന നമ്പറിലോട്ട് മെസ്സേജ് അയക്കുന്നത്. എന്നാൽ അപ്പം തന്നെ റിപ്ലൈയും കിട്ടി. നിങ്ങൾക്ക് 1 മണിക്കൂറിൽ $200 ഉണ്ടാക്കണോ? അങ്ങനെയാണെങ്കിൽ ഈ അഡ്രസ്സിലോട്ട് വന്നാൽ മതി എന്നും പറഞ്ഞ് അഡ്രസ്സും കൊടുത്തിരിക്കുന്നു. എന്നാൽ എമിലിയാണെങ്കിൽ അതൊന്നും കാര്യമാക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ സ്കൂൾ ഫ്രണ്ടായ ലിസി എമിലീനെ കാണാൻ വരുന്നത്, അതും ഒരു ബാറിലോട്ട്. ഈ ലിസി ആണെങ്കിൽ ഇപ്പോൾ വലിയ നിലയിലാണ്. ഒരു ആഡ് കമ്പനിയിലാണ് താൻ വർക്ക് ചെയ്യുന്നത്. വർക്കിൻ്റെ ഭാഗമായിട്ട് പോർച്ചുഗലിലേക്ക് പോകാനിരിക്കുകയാണ് അവൾ. എന്നാൽ ഈ സമയത്താണ് ലിസി എമിലിയോടൊരു കാര്യം പറയുന്നത്. എമിലി, നിനക്കറിയാലോ, എനിക്ക് ഈ റെക്കമെൻഡേഷനിലൊന്നും അങ്ങനെ താല്പര്യമില്ല. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ബോസിന് എന്നെ വലിയ കാര്യമാണ്. അതുമാത്രമല്ല, കമ്പനിയിലേക്ക് ഒരു ഗ്രാഫിക് ഡിസൈനറിനെ ഹയർ ചെയ്യുന്നുണ്ട്. സ്വത്ത് വന്നാൽ നിൻ്റെ പേര് ഞാൻ പറയും, നിനക്ക് ആ ജോലി കിട്ടുകയും ചെയ്യും. ഇത് കേട്ടേക്ക് എമിലിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നു.
അതങ്ങ് ആഘോഷിക്കുകയാണ് രണ്ടും കൂടെ. സോ ഇൻ്റർവ്യൂ സെറ്റാവുമെന്ന് നല്ല ഉറപ്പുണ്ട് എമിലിക്ക്. പക്ഷെ ആ ഒരു ഉറപ്പുമായിട്ടിരുന്ന കാര്യങ്ങളൊന്നും മുന്നോട്ട് പോവില്ല. അതുകൊണ്ട് എന്തേലും ചാൻസ് ഉണ്ടാന്നറിയാൻ വേണ്ടി DSA അയച്ച അഡ്രസ്സിലോട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കുന്നു. അവിടെ സേഫ് ആണോ അല്ലേന്നൊന്നും ഒരുറപ്പുമില്ല. അതുകൊണ്ട് ഒരു പെപ്പർ സ്പ്രേ കൈവശം വെച്ചിരിക്കുകയാണ് എമിലി. അങ്ങനെ അകത്ത് കയറി. അവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇവളെപ്പോലെ തന്നെ 1 മണിക്കൂർ കൊണ്ട് $200 ഉണ്ടാക്കാൻ വന്നിട്ടുള്ളവരാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കലീൽ എന്ന് പറയുന്ന ഒരാള് അവളുടെ ലൈസൻസ് അങ്ങ് വാങ്ങുന്നത്. വാങ്ങാന്ന് മാത്രമല്ല അതിൻ്റെ ഒരു കോപ്പി അങ്ങ് എടുക്കുന്നു. അതോടൊപ്പം എമിലിയുടെ ഒരു ഫോട്ടോ. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുത്തുന്നു. ഈ സമയത്താണ് ഈ ഗ്രൂപ്പിൻ്റെ മാസ്റ്റർ മൈൻഡ് അങ്ങോട്ടെത്തുന്നത്. അവൻ്റെ പേരാണ് യൂസഫ്. അങ്ങനെ എല്ലാവർക്കും എന്താണ് ഈ ഡമ്മി ഷോപ്പിംഗ് അഥവാ DS എന്നുള്ളത് അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. ഗൈസ്, 1 മണിക്കൂർ കൊണ്ട് $200 ഉണ്ടാക്കാൻ താല്പര്യമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരും ഇല്ലീഗലായിട്ടുള്ളൊരു കാര്യം ചെയ്യാൻ പോകുന്നു. ഇത് കാരണം നിങ്ങളുടെ ലൈഫിനോ നിങ്ങൾ കാരണം മറ്റൊരാളുടെ ലൈഫിനോ യാതൊരു പ്രശ്നവും ഉണ്ടായിരിക്കില്ല. പക്ഷേ നിങ്ങൾ ഇന്ന് നിയമം തെറ്റിക്കും. ഇത് കേട്ടിട്ട് എന്താ കാര്യം എന്നൊന്നും ഒരാൾക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഈ സമയത്താണ് ഇവർക്കെല്ലാവർക്കും ഓരോ ക്രെഡിറ്റ് കാർഡ് വീതം അങ്ങ് കൊടുക്കുന്നത്. ഇതൊരു വർക്കിംഗ് കാർഡാണ്. പക്ഷെ അതിനകത്തുള്ള ഐഡൻറ്റിറ്റി ലോകത്തുള്ള ഏതെങ്കിലും ആൾക്കാരതായിരിക്കും. ഈ ഒരു കാർഡ് കൊണ്ട് ഏതെങ്കിലും ഷോപ്പിൽ പോവുക, എന്തെങ്കിലും സാധനം മേടിക്കുക. അതായത് കട്ടെടുത്ത ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് ക്രെഡിറ്റ് കാർഡ് ഉണ്ടാക്കുക, എന്നിട്ട് അതും വെച്ച് സാധനം മേടിക്കുക. ഇതാണ് പരിപാടി. ഗൈസ്, നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ താല്പര്യമില്ലെങ്കിൽ ഇതിൽ നിന്ന് പിന്മാറാം. നിങ്ങളൊന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. എന്നാൽ ഇതൊക്കെ കേട്ടിട്ടും ഒരാൾ പോലും അവിടുന്ന് തിരിച്ചു പോകുന്നില്ല. അത്രയും പൈസക്ക് അത്യാവശ്യമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. എന്നാൽ എമിലിക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്. ഈ കാർഡെങ്ങാനും വർക്കായില്ലെങ്കിൽ എന്തായാലും കുടുങ്ങും. സോ അവിടുന്ന് പോവാനിരിക്കുകയാണ് എമിലി. എമിലി, എന്താണ് പ്രശ്നം? അല്ല, ഈ കാർഡ് വർക്കാവൂല്ലേന്ന് എന്താ ഇത്ര ഉറപ്പ്? അതിനുത്തരായിട്ട് അങ്ങേരൊരൊറ്റ കാര്യം മാത്രമാണ് പറയുന്നത്: വിശ്വാസം. ഇത് കേട്ടേക്ക് എമിലി ചോദിക്കുകയാണ്, ശരി ഓക്കെ, ഈ കാർഡ് വർക്കായി, എന്നാൽ ID പ്രൂഫായിട്ട് ലൈസൻസ് എങ്ങാനും ചോദിച്ചാലോ? ഇത് കേട്ടേക്ക് ഒരു ഫേക്ക് ലൈസൻസ് ആണ് അവളുടെ കയ്യിലോട്ടങ്ങ് വെച്ചു കൊടുക്കുന്നത്. ഇതിനാണ് ആദ്യമേ ലൈസൻസ് വാങ്ങിച്ചതും ഫോട്ടോ എടുത്തതും. അങ്ങനെ എമിലിയും ബാക്കിയുള്ളവരും രണ്ടും കൽപ്പിച്ചങ്ങ് തയ്യാറാവുന്നു $200 ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ എമിലി കാർഡുമായിട്ട് കടയിലെത്തി. അതും ഒരു TV വാങ്ങാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏകദേശം $2000 TVയുടെ വില. അങ്ങനെ എമിലി സാധനം സെലക്ട് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. പേടിച്ചാണ് ബില്ലടക്കാൻ പോകുന്നത്. അങ്ങനെ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നു, യൂസ് ചെയ്യുന്നു. എന്നാൽ യാതൊരു പ്രശ്നവുമില്ല, എല്ലാം ക്ലീൻ. അങ്ങനെ TVയും കൊണ്ട് പുറത്തിറങ്ങി. എമിലീനെ പിക്ക് ചെയ്യാൻ ഒരു വാനും വന്നു. അതിനകത്താണെങ്കിൽ ഇഷ്ടം പോലെ TVകളുണ്ട്. ഇതേപോലെ അടിച്ചു മാറ്റി കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഇതൊക്കെ കൂടെ എവിടെയെങ്കിലും കൊണ്ടുപോയി വിൽക്കും. ഇതാണ് യൂസഫിൻ്റെയും കലീലിൻ്റെയും പ്ലാൻ. അങ്ങനെ അവർ പറഞ്ഞ പ്രകാരം $200 കൊടുക്കുന്നു. എന്നാൽ യൂസഫിനാണെങ്കിൽ എമിലിയോട് എന്തോ ഒരു കൺസേൺ ഉണ്ട്. അത് ചിലപ്പോൾ ലവ് ആവാം, ക്രഷ് ആവാം, ലെസ്റ്റ് ആവാം, അങ്ങനെ എന്തും ആവാം. സോ യൂസഫ് എമിലിക്കൊരു ഫോൺ അങ്ങ് കൊടുക്കുന്നു. എമിലി, നാളെയും ഇതുപോലത്തെ ഒരു പരിപാടി ഉണ്ട്. എന്നാൽ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നീ വാ. നാളെ കൃത്യം 1 മണിയാവുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഈ ഫോണിലേക്ക് മെസ്സേജ് അയക്കാം. പിന്നെ നാളത്തെ വർക്കിന് നിനക്ക് കിട്ടാൻ പോകുന്നത് 200 അല്ല $2000 സോ ആലോചിച്ച് തീരുമാനമെടുക്ക്. 2000 എന്ന് കേട്ടേക്ക് ഞെട്ടിയിരിക്കുകയാണ് എമിലി. അത്രയും അധികം പൈസ ഒറ്റയടിക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നടക്കാത്തൊരു കാര്യമാണ്. അങ്ങനെ എമിലി ഓക്കെ പറയുന്നു, പോകുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി പതിവ് പോലെ വർക്കിന് പോകുന്നു. മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എമിലി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലിസി വിളിക്കുന്നത്. എമിലീനെ ഹയർ ചെയ്യുന്ന കാര്യം അവളുടെ ബോസിനോട് ഇതുവരെ സംസാരിക്കാൻ പറ്റിയിട്ടില്ല ലിസിക്ക്. ഇതൊക്കെ കേട്ടേക്ക് ഇവൾക്കാണെങ്കിൽ ഭ്രാന്ത് കയറുന്നു. അത് മാത്രമല്ല, ഈ ഡെലിവറി വർക്കിൻ്റെ പ്രഷർ വേറെ. മെസ്സേജ് ആണെങ്കിൽ 1-3 വന്നിട്ടുമില്ല. സോ ആ ഫോൺ അങ്ങ് കളയുന്നു, പോകുന്നു. ആ ഒരു കറക്റ്റ് സമയത്താണ് നോട്ടിഫിക്കേഷൻ്റെ സൗണ്ട് അങ്ങ് വരുന്നത്. പിന്നെ എമിലി ഒന്നും നോക്കിയില്ല, ആ ഫോൺ അങ്ങ് എടുക്കുന്നു, നോക്കുന്നു. യെസ് ഓർ നോ, ഇതായിരുന്നു ആ മെസ്സേജ്. അങ്ങനെ ചെയ്യുന്ന ജോലിക്കിടയിൽ നിന്ന് വേഗം തന്നെ യൂസഫിനെ കാണാൻ പോകുന്നു. ഇവരാണെങ്കിൽ ഒരു വാനും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇപ്രാവശ്യം ഇവർക്ക് ബ്ലാക്ക് കാർഡ് എന്ന് പറയുന്ന ക്രെഡിറ്റ് കാർഡാണ് കൊടുക്കുന്നത്. ഇത്തരം ബ്ലാക്ക് കാർഡുകൾക്ക് ലിമിറ്റ് ഉണ്ടായിരിക്കില്ല. ഏത് സാധനം വേണേലും എളുപ്പത്തിൽ വാങ്ങാൻ സാധിക്കും. അതുമാത്രമല്ല, ലിമിറ്റ് ഇല്ലാത്തൊരു കാർഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സാധനം അത്രയും വലുതായിരിക്കും. അങ്ങനെ യൂസഫ് കാർഡിന്റെ കൂടെ ഒരു ചെക്കും കൂടെ കൊടുക്കുന്നു. ഇത്രയും വലിയൊരു പർച്ചേസ് ആവുമ്പോൾ കാർഡ് സ്വൈപ്പ് ചെയ്താലുടൻ ബാങ്കേര് വിൽപ്പനക്കാരനെ വിളിക്കും. അതും 8 മിനിറ്റിൻ്റെ ഉള്ളിൽ. അതോടുകൂടെ കാർഡ് ഫേക്കാന്നുള്ളത് അവർക്ക് മനസ്സിലാവും. സോ 8 മിനിറ്റിനകം സാധനവും കൊണ്ട് പുറത്ത് കിടക്കണം. ഇതാണ് ടാസ്ക്. അല്ല യൂസഫ്, ഇത് സേഫാണല്ലോ അല്ലേ? നിനക്ക് പേടിയാണെങ്കിൽ നീ ചെയ്യണ്ട. എന്നാൽ എമിലി രണ്ടും കൽപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇവള് വാങ്ങാൻ പോകുന്ന സാധനം എന്താണെന്നറിയണ്ടേ? BMW. സോ ഒരു കാറാണ് വാങ്ങാൻ പോയിരിക്കുന്നത്. പക്ഷെ ഷോറൂമിലല്ല, ഈ ലോക്കലായിട്ട് കാർ വിൽക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അതായത് നൈസായിട്ട് ഒരു ഉടായ്പ പരിപാടി. അവരുടെ കയ്യിൽ നിന്നാണ് കാറ് വാങ്ങാൻ പോകുന്നത്.
അകത്ത് കയറിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പുറത്ത് കടക്കണം. സോ ടെസ്റ്റ് ഡ്രൈവ് വേണ്ട, ഓൾറെഡി ബോയ് ഫ്രണ്ട് ഓടിച്ചു നോക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എമിലി ചെക്കും കാർഡും കൊടുക്കുന്നത്. അതുമാത്രമല്ല, അവൾക്ക് ചെറുതായിട്ടൊരു വെപ്രാളമുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഇവർക്കാണെങ്കിൽ എന്തൊക്കെയോ ഡൗട്ടുണ്ട്. പക്ഷെ ഒരു വിധത്തിൽ താൻ പിടിച്ചു നിൽക്കുന്നു. അങ്ങനെ ആ കാർഡ് സ്വൈപ്പ് ചെയ്തു. ഇനി വെറും 8 മിനിറ്റാണ് ബാക്കിയുള്ളത്. ഇവിടെയാണെങ്കിൽ ഫോം ഫില്ല് ചെയ്യണം, ഒപ്പിട്ട് കൊടുക്കണം, അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് ബാക്കിയുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നു, കാർ എടുക്കുന്നു. പക്ഷെ അപ്പോഴേക്കും 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, അവരുടെ ആൾക്കാർ എമിലീനെ അങ്ങ് പിടിച്ച് നിർത്താൻ നോക്കുന്നു. അതിൻ്റെ ഇടയിലാണ് അവളുടെ മൂക്കിനിട്ട് ഒന്നങ്ങ് കൊടുക്കുന്നത്. പക്ഷെ ഒരു വിധത്തിൽ അവൾ ആ വണ്ടിയും കൊണ്ട് അങ്ങ് രക്ഷപ്പെടുന്നു. എന്നാൽ കാറുകാരാണെങ്കിൽ അവളുടെ പിന്നാലെ തന്നെയുണ്ട്. പിന്നെ അവിടെ ഗംഭീര ചേസാണ്. പെട്ടെന്നാണ് എമിലിയുടെ ഫ്രണ്ടിലോട്ട് ഒരു ട്രക്ക് അങ്ങ് വരുന്നത്. ഇവൾക്കാണെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അവരാണേലോ എമിലിനെ പിടിക്കാൻ വേണ്ടി വരുന്നു. എമിലി വേഗം തന്നെ തൻ്റെ കയ്യിലെ പെപ്പർ സ്പ്രേയും കൊണ്ട് അങ്ങേരുടെ അടുത്തോട്ട് പോകുന്നു, അങ്ങടിക്കുന്നു. സോ അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എമിലി ആണെങ്കിൽ കാറും കൊണ്ട് രക്ഷപ്പെടുകയും ചെയ്തു. അവൾ ആകെ പേടിച്ചിരിക്കുകയാണ്. മൂക്കിന്ന് ചോരയാണെങ്കിൽ പടപടാന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ യൂസഫിൻ്റെ അടുത്തെത്തി. തൻ്റെ പേടി കാരണാകെ ദേഷ്യത്തിലാണ് എമിലി. ആ കാറിൻ്റെ ചാവി യൂസഫിൻ്റെ മുഖത്തോട്ടങ്ങ് വലിച്ചെറിയുന്നു. അത്രയും സേഫാണ് എന്ന രീതിയിലാണ് ഓരോ പ്രാവശ്യവും യൂസഫ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അങ്ങനെയല്ലാന്ന് എമിലിക്ക് ഇപ്പം മനസ്സിലായി. യൂസഫ് ആണെങ്കിൽ ഓക്കെ അല്ലേ എന്ന് കുറേ ചോദിക്കുന്നുണ്ട്. എന്നാൽ എമിലി അവൾക്ക് കിട്ടേണ്ട പൈസയും വാങ്ങിച്ച് അങ്ങ് പോകുന്നു. അവൾ ആകെ കയ്യിൽ നിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത്. പേടിച്ച് പേടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എമിലി. കരയാന്ന് മാത്രമല്ല, തനിക്ക് ബ്രീത്ത് എടുക്കാൻ കഴിയുന്നില്ല. ആ സമയത്താണ് യൂസഫ് അങ്ങോട്ട് വരുന്നത്. അവൻ വരുന്നു, എമിലീനെ ഓക്കെ ആക്കുന്നു. എമിലിയുടെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അവൾക്ക് വണ്ടി ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സോ അവളെ ഡ്രോപ്പ് ചെയ്യാൻ പോവുകയാണ് യൂസഫ്. ആ ഒരു യാത്രക്കിടയിൽ അവർ കൂടുതലായിട്ട് അങ്ങ് അടുത്തു. അങ്ങനെ യൂസഫ് എമിലിയുടെ റൂമിൽ കയറുന്നു, അവൾക്ക് ഐസ് വെച്ച് കൊടുക്കുന്നു, ആശ്വസിപ്പിക്കുന്നു. ആ സമയത്താണ് അവളുടെ ആർട്ട് വർക്കെല്ലാം യൂസഫ് അങ്ങ് കാണുന്നത്. അവനാണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ് ഇതെല്ലാം കണ്ടിട്ട്. അല്ല എമിലി, നിനക്ക് പൈസ ഉണ്ടാക്കാൻ ഒരു വഴിയുമില്ലേ? തനിക്ക് പൈസ ഉണ്ടാക്കാൻ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇത് കേട്ടേക്ക് യൂസഫിനാണെങ്കിൽ ഒന്നും പറയാൻ കിട്ടുന്നില്ല. അങ്ങനെ ഈ സമയത്താണ് യൂസഫ് അവൻ വാങ്ങിക്കാൻ പോകുന്ന പ്രോപ്പർട്ടിയുടെ ഫോട്ടോ അങ്ങ് കാണിച്ചു കൊടുക്കുന്നത്. ആ പ്രോപ്പർട്ടി ആണെങ്കിൽ അത്യാവശ്യം വലുതാണ്. എമിലി, ഇത് ഞാൻ വാങ്ങാൻ പോകുന്ന പ്രോപ്പർട്ടിയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, റഹാദ്. അവനാണ് ഇതെനിക്ക് വിൽക്കാൻ പോകുന്നത്. അവിടെ ഇപ്പോൾ റെനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞാലുടൻ ഞാനതങ്ങ് വാങ്ങും. ഇത് കേട്ടേക്ക് എമിലി ആണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ്. കാരണം അത്രയും വലിയൊരു പ്രോപ്പർട്ടി വാങ്ങാൻ നല്ല ക്യാഷിൻ്റെ ആവശ്യമുണ്ട്. ഇത്രയും ക്യാഷൊക്കെ ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പിന്ന് കിട്ടുമെന്നാണ് എമിലി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇതിന്ന് ഇത്രയും ക്യാഷ് കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ ഇതെനിക്കൂടെ പറഞ്ഞു തരുമോ? എനിക്കും ക്യാഷിന് നല്ല അത്യാവശ്യമുണ്ടേ, അതുകൊണ്ടാണ്. ഇത് കേട്ടേക്ക് യൂസഫ് ഒന്ന് ചിരിക്കുന്നു. ആ ഒരു കറക്റ്റ് സമയത്താണ് കലീൽ വിളിക്കുന്നതും അങ്ങേരി തിരിച്ചു പോകുന്നതും. അങ്ങനെ എമിലി പതിവ് പോലെ തൻ്റെ ഡെലിവറി ജോബിന് പോകുന്നു. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം ജോലിയുടെ ഇടയെന്നാണ് താൻ പോയിട്ടുണ്ടായിരുന്നത്. സോ തൻ്റെ സാലറി കട്ട് ചെയ്തിരിക്കുകയാണ് മുതലാളി. പിന്നെ എമിലി ഒന്നും നോക്കിയില്ല, യൂസഫിനെ കാണാൻ പോകുന്നു. എത്രയും പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ ഇത് മാത്രമാണ് ഏക മാർഗം. പക്ഷെ ഇപ്രാവശ്യം പോകുന്നത് അവർക്ക് വേണ്ടി ജോലിയെടുക്കാനല്ല. ഈ ഒരു തട്ടിപ്പ് പരിപാടി യൂസഫിന്റെ സഹായത്തോടു കൂടെ ഒറ്റയ്ക്ക് ചെയ്യാനാണ്. അങ്ങനെ യൂസഫ് കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇവരുടെ കയ്യിൽ കുറച്ച് ക്രെഡിറ്റ് കാർഡിന്റെ ഇൻഫർമേഷൻസ് ഉണ്ട്. അതായത് കാർഡിന്റെ നമ്പർ, ആൾക്കാരുടെ പേര്, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ്. ഇതെല്ലാം ഹാക്കിംഗ് വഴിയാണ് ഇവർ ഒപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്പേഴ്സ് എല്ലാം എമിലിക്ക് അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. ഇനിയാണ് ഏറ്റവും പാടുള്ള പണി, ഈ ഡീറ്റെയിൽസും വെച്ച് കാർഡ് ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ യൂസഫിന് തൽക്കാലം സമയമില്ല. സോ ഒരു ഡെമോ അങ്ങ് കാണിച്ചു കൊടുക്കുന്നു. ഇവരുടെ കയ്യിലുള്ള കാർഡ് എടുക്കുന്നു, ഒരു അച്ചടി മെഷീനകത്ത് കയറ്റുന്നു. എന്നിട്ട് ആ കാർഡ് അങ്ങ് സെറ്റ് ചെയ്യുന്നു. കാണുമ്പോൾ സംഗതി എളുപ്പമാണ്, പക്ഷെ ഓരോ കാർഡിൻ്റെ നമ്പറും തെറ്റാണ്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ്. അതും സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യൂസഫ് അവരുടെ ഓഫീസ് അങ്ങ് കാണിച്ചു കൊടുക്കുന്നത്. അതിനകത്താണെങ്കിൽ ഇഷ്ടം പോലെ സാധനങ്ങളാണ്. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്ന് വേണ്ട സകലമാന സാധനമുണ്ട്. അങ്ങനെ യൂസഫ് എമിലിക്ക് സ്വന്തമായിട്ടൊരു മെഷീൻ അങ്ങ് കൊടുക്കുന്നു. പക്ഷെ ഇതുകൊണ്ടായില്ല, ഈ കളിയിൽ കുറച്ച് നിയമങ്ങളുണ്ട്, അതങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. എമിലി, നീ സാധനം വാങ്ങിച്ച് വിൽക്കുമ്പോൾ സേഫ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം തിരഞ്ഞെടുക്കുക. ഒരു ഡീല് പോലും തൻ്റെ വീടിനകത്ത് വെച്ച് നടക്കാൻ പാടില്ല. പിന്നെ ആഴ്ചയിൽ ഒന്നിൽ കൂടുതൽ തവണ ഒരേ സ്റ്റോറിൽ തന്നെ കയറാനും പാടില്ല എന്നും പറഞ്ഞ് അവളുടെ സേഫ്റ്റിക്കായിട്ട് ഷോക്ക് അടിപ്പിക്കുന്ന ഒരു സാധനം അങ്ങ് കൊടുക്കുന്നു. എമിലി, $5000 നീ നിർത്തണം. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം എന്നും പറഞ്ഞ് എമിലീനെ അങ്ങ് പറഞ്ഞേക്കുന്നു. അങ്ങനെ അന്ന് രാത്രി കുത്തിയിരുന്ന് ഓരോ കാർഡ് വീതം ഉണ്ടാക്കാൻ ആരംഭിക്കുന്നു. ഉണ്ടാക്കാമെന്ന് മാത്രമല്ല, ആ കാർഡും വെച്ച് ഒരു TV അങ്ങ് വാങ്ങുന്നു. പക്ഷേ ഈ സാധനം വിൽക്കാനായിട്ട് എന്തെങ്കിലും മാർഗം കാണണം. അതിനാണ് ഓൺലൈൻ ഷോപ്പിംഗ്. OLX പോലെയുള്ള ഇഷ്ടം പോലെ സർവീസ് ഉണ്ട്. അങ്ങനെ അതുവഴി $600 സാധനം വിൽക്കാനിട്ടിരിക്കുന്നത്. അങ്ങനെ 2 പേര് വാങ്ങാൻ വന്നു. എന്നാൽ വന്നോമാരാണെങ്കിൽ അത്ര വെടിപ്പായിരുന്നില്ല.
സോ $300 തരാൻ പറ്റുമെന്നും പറഞ്ഞ് സീനാക്കിക്കൊണ്ടിരിക്കുകയാണ് ലെവന്മാർ. ഡി പെണ്ണെ, ഞങ്ങൾ ആരാന്നറിയോ? നിന്റെ ഈ സാധനം വേണമെങ്കിൽ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. നീ ഏത് പോലീസിനെ വിളിച്ചിട്ടും ഒരു കാര്യമില്ല. ഇത് കേട്ടേക്ക് എമിലി സാധനം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അവിടുന്ന് അങ്ങ് കച്ചവടം വേണ്ടാന്ന് വെച്ച് പോകാനൊരുങ്ങുന്നു. ഇവർക്കാണെങ്കിൽ സാധനം അത്യാവശ്യമാണ്. സോ നല്ല പിള്ളേരായിട്ട് അങ്ങ് നിന്നു കൊടുക്കുന്നു. $600 കൊടുക്കുന്നു. വരുന്നത് ആരാണേലും ശരി, അവരെല്ലാം നിലക്ക് നിർത്താനുള്ള ബുദ്ധി തൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ഒറ്റയടിക്ക് $600 കയ്യിലേക്ക് വന്നിരിക്കുന്നത്, സേഫ് ആൻഡ് ക്ലീൻ. അല്ല, നിന്റെ കയ്യിൽ വേറെന്തേലും സാധനമുണ്ടോ? ഇതൊക്കെ കേട്ടാ എമിലി പിന്നെ വെറുതെ ഇരിക്കോ? ഇഷ്ടം പോലെ കാർഡുകളാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതും വെച്ച് ഓരോ സാധനം വീതം മേടിച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ കണ്ട ലോക്കൽസ് വഴി ധാരാളം ബയ്യേഴ്സിനെയാണ് ഇവൾ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ സാധനം വിറ്റ് പൈസ ഉണ്ടാക്കുന്നു. അതുമാത്രമല്ല, ഈ പൈസയെല്ലാം സൂക്ഷിക്കാനായിട്ട് ചെറിയൊരു സേഫും വാങ്ങുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലിസി വർക്കിന്റെ ഭാഗമായിട്ട് പോർച്ചുഗലിലേക്ക് പോകുന്നത്. അവൾ തിരിച്ചു വന്നാൽ ഉടൻ ജോലിയുടെ കാര്യം സംസാരിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ സാധനം വിറ്റ് യൂസഫ് പറഞ്ഞ പോലെ $5000 ആയി. അങ്ങനെ എമിലി പിറ്റേ ദിവസം തന്നെ യൂസഫിനെ കാണാൻ പോകുന്നു. ഇതൊക്കെ കണ്ടപാട് യൂസഫ് ആണെങ്കിൽ ഞെട്ടിയിരിക്കുകയാണ്. യൂസഫ്, ഇനി എന്താ പ്ലാൻ? ഇനി ഞാൻ കുറച്ച് ബിഗ്ഗർ അക്കൗണ്ടും ബിഗ്ഗർ ലിമിറ്റുള്ള കാർഡുകൾ തരാം. ഇനി അങ്ങോട്ട് നമ്മൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് കേട്ടേക്ക് എമിലി ഭയങ്കര ഹാപ്പി. അങ്ങനെ പുതിയ കാർഡുകളുടെ നമ്പറെല്ലാം എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് യൂസഫ്. അപ്പോഴാണ് കലീൽ അങ്ങോട്ട് വരുന്നത്. അവനെ കണ്ടതും യൂസഫ് ചെയ്യുന്ന ജോലി അങ്ങ് നിർത്തിവെക്കുന്നു. കാരണം എമിലിയും യൂസഫും തമ്മിലുള്ള ഇടപാടുകളൊന്നും കലീലിന് അറിയില്ല. പിന്നെ പോരാത്തതിന് കലീലാണെങ്കിൽ യൂസഫിന്റെ കസിനും പാർട്ട്ണറും കൂടിയാണ്. അത് മാത്രമല്ല, യൂസഫിന് ചെറുതായിട്ടൊരു പേടിയുണ്ട് കലീലിനെ. എമിലീനെ കണ്ടിട്ടാകെ മൂഡ് പോയിട്ടാണ് കലീൽ ഇരിക്കുന്നത്. അങ്ങനെ യൂസഫ് കലീലിനോട് പല നുണയും പറയുന്നു. കലീലാണേലോ യൂസഫിനെ മാറ്റി നിർത്തി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ രാത്രിയായി. എമിലീനൊരു കസ്റ്റമർ വിളിക്കുന്നു. എമിലി സ്റ്റോറിൽ നിന്ന് മേടിച്ചിട്ടുള്ള സാംസങ്ങിൻ്റെ ഒരു ടാബ്ലറ്റ് വാങ്ങാനാണ് ഈ കസ്റ്റമർ വന്നിരിക്കുന്നത്. എന്നാൽ പറഞ്ഞ ലൊക്കേഷനിൽ അവരില്ല. ഇത് കണ്ടേക്ക് എമിലിക്കാണെങ്കിൽ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിക്കുന്നു. അങ്ങനെ എമിലി തിരിച്ചു പോകുന്നു. എന്നാൽ അങ്ങോട്ട് എത്തിയിരിക്കുകയാണ് കസ്റ്റമർ. ചുരുക്കി പറഞ്ഞ ഇവളെയും ഫോളോ ചെയ്ത് ഇവളുടെ അഡ്രസ്സ് കണ്ടെത്താനാണ് കസ്റ്റമർ മറ്റൊരു ലൊക്കേഷനിലോട്ട് എമിലീനെ അയച്ചിട്ടുള്ളത്. അത് എമിലിക്ക് മനസ്സിലാവുകയും ചെയ്തു. പെട്ടെന്നാണ് ഈ കസ്റ്റമർ എമിലിയുടെ വീടിനകത്തോട്ട് അങ്ങ് കയറുകയെന്ന് മാത്രമല്ല, അവളുടെ കഴുത്തിനങ്ങ് കത്തിവെക്കുന്നു. എന്നിട്ട് ക്യാഷാണ് ചോദിക്കുന്നത്. ഇവർ കള്ളന്മാരാണ്. ഓൺലൈനിൽ പരസ്യം കാണുന്നു, വിളിക്കുന്നു, അഡ്രസ്സ് കണ്ടെത്തുന്നു, മോഷ്ടിക്കുന്നു. ഇതാണ് ഇവരുടെ പ്ലാൻ. എമിലിയാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ്. അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തൂല്ല. തന്റെ കഴുത്തിനാണ് കത്തിവെച്ചിരിക്കുന്നത്. സോ തന്റെ സേഫിലുള്ള ക്യാഷ് അങ്ങ് എടുത്തു കൊടുക്കുന്നു. താൻ കഷ്ടപ്പെട്ട് ലോൺ അടയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പൈസയാണ്. അതാണ് അവരങ്ങ് കൊണ്ടുപോകുന്നത്. ഈ കള്ളനാണെങ്കിൽ ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്. സ്വന്തം ഗേൾ ഫ്രണ്ടുമായിട്ടാണ് അയാൾ മോഷ്ടിക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. എടീ പുല്ലേ, നിന്റെ അഡ്രസ്സ് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി നീ എങ്ങാനും ഞങ്ങളുടെ പിന്നാലെ വന്നാ വീട്ടിൽ കയറി പണിയും എന്നും പറഞ്ഞ് പൈസയും കൊണ്ട് അവരങ്ങ് പോകുന്നു. എമിലിക്കാണെങ്കിൽ ദേഷ്യം ഉച്ചിയിൽ കയറിയിട്ടാണ് നിൽക്കുന്നത്. അവരൊറ്റ പോയിന്റ് വെച്ച് പുള്ളിക്കാരത്തി ഒരു തീരുമാനമെടുത്തു. അങ്ങനെ അവൾക്കിട്ടുണ്ടാക്കിയിട്ട് ആരും ഇവിടുന്ന് വെറും കൈയോടെ പോകാൻ പാടില്ല. സോ തന്റെ സേഫ്റ്റിക്കായിട്ട് യൂസഫ് കൊടുത്ത് ഷോക്ക് അടിപ്പിക്കുന്ന സാധനം എടുക്കുന്നു. അയാൾക്കിട്ടൊരു പണി അങ്ങ് കൊടുക്കുന്നു. എന്നിട്ട് അയാളുടെ വൈഫിനെ പിടിച്ച് അവളുടെ കഴുത്തിലും ഇതേ സാധനം വെച്ചിരിക്കുകയാണ്. അങ്ങനെ എമിലി അവളുടെ പേഴ്സ് എടുക്കുന്നു. അതിനകത്തുണ്ട് അവളുടെ അഡ്രസ്സ്. ഡീ പുല്ലേ, ഇപ്പം നിന്റെ അഡ്രസ്സ് എന്താന്ന് എനിക്കും അറിയാം. അതുകൊണ്ട് എനിക്കിട്ട് ഉണ്ടാക്കാമെന്നാ, ബാക്കി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നും പറഞ്ഞ് തൻ്റെ പൈസയും കൊണ്ടങ്ങ് പോകുന്നു. ഇവരാണെങ്കിൽ പേടിച്ചിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ എമിലി ഒരു സാധാരണക്കാരിയല്ല. വയലൻസ് എങ്ങാനും തലയ്ക്ക് പിടിച്ചാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലിസി പോർച്ചുഗലിൽ നിന്ന് തിരിച്ചു വരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒരു പാർട്ടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ വെച്ചാണ് ലിസി എമിലിക്ക് വേണ്ടിയിട്ട് ഇന്റർവ്യൂ അങ്ങ് സെറ്റാക്കി കൊടുക്കുന്നത്. എമിലിയാണെങ്കിൽ ഭയങ്കര ഹാപ്പി. അങ്ങനെ പാർട്ടിയെല്ലാം തകൃതിയായിട്ട് പോകുന്നു. ഇവൾക്കാണെങ്കിൽ പാർട്ടിയിലുള്ള ഒരാളെ പോലും അറിയില്ല. സോ ആകെ ബോറടിച്ചിട്ടാണ് നിൽക്കുന്നത്. പിന്നെ അവൾ ഒന്നും നോക്കിയില്ല. യൂസഫിനെ പാർട്ടിക്ക് അങ്ങ് ക്ഷണിക്കാന്ന് മാത്രമല്ല, അവിടെ വെച്ച് അവരങ്ങ് പ്രണയത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി. യൂസഫ് വാങ്ങാൻ പോകുന്ന പ്രോപ്പർട്ടിയാണ് അവൻ കാണിച്ചു കൊടുക്കുന്നത്. അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പുള്ളിക്കാരൻ ഭയങ്കര സന്തോഷമാണ്. അവൻ്റെ ഡ്രീമാണ് ഒരു സ്ഥലം വാങ്ങാന്നുള്ളത്. കാരണം അവൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ടാണ് അവൻ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് അവൻ ആ പ്രോപ്പർട്ടി അങ്ങ് സ്വന്താക്കാൻ പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യൂസഫ് ഒരു ഹെൽപ്പ് അങ്ങ് ചോദിക്കുന്നത്. എമിലി, എനിക്ക് നിൻ്റെ ഒരു സഹായം ആവശ്യമുണ്ട്. നീ ദയവ് ചെയ്ത് പറ്റില്ല എന്ന് മാത്രം പറയരുത് എന്നും പറഞ്ഞ് എമിലീനെ കൊണ്ടുപോകുന്നത് അവൻ്റെ ഉമ്മയുടെ ഫ്രണ്ടിലോട്ടാണ്. അവർക്കറിയില്ല തൻ്റെ മകൻ ഒരു കള്ളനാണ്, തനിക്ക് വേണ്ടി അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു മകൻ. അങ്ങനെയാണ് പുള്ളിക്കാരത്തി വിചാരിച്ചു വെച്ചിരിക്കുന്നത്. സോ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണെന്നും പറഞ്ഞാണ് എമിലീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ ലഞ്ചെല്ലാം തകൃതിയായിട്ട് പോകുന്നു. യൂസഫിൻ്റെ ഉമ്മാക്കാണെങ്കിൽ അവനെക്കുറിച്ച് പറയുമ്പോൾ 100 നാവാണ്. അതിൽ നിന്ന് അവൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഇവനിതെല്ലാം ചെയ്തു കൂട്ടുന്നത് അവർക്ക് നല്ലൊരു ലൈഫ് കൊടുക്കാനാണ്. അങ്ങനെ ഉമ്മ പറയാണ്, അല്ലേ മിലി, നീ എന്താ ചെയ്യുന്നത്? എനിക്കിപ്പോൾ തൽക്കാലം ജോലിയൊന്നുമില്ല.
നീ പേടിക്കണ്ട, എല്ലാം പെട്ടെന്ന് ശരിയാവും. ചിലപ്പോൾ എമിലി ഇത് ടീച്ചറാവാം, അല്ലെങ്കിൽ എമിലി ഇത് ഡ്രൈവറാകാം, ഇനി അതും അല്ലെങ്കിൽ എമിലി ഇത് ഷെഫും കൂടിയാകാം. അങ്ങനെ എന്തും ആവാം. പക്ഷെ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ആ സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ കലീൽ അങ്ങോട്ട് വരുന്നത്. അയാൾക്കാണെങ്കിൽ യൂസഫ് എമിലിയുമായിട്ട് അടുക്കുന്നത് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അത് മാത്രമല്ല, പുള്ളിക്കാരനാകെ ദേഷ്യത്തിലാണ് വരുന്നത്. എമിലിയാണ് അതിൻ്റെ മെയിൻ കാരണം. അങ്ങനെ യൂസഫിൻ്റെ ഉമ്മ ഫുഡ് എടുക്കാനായിട്ടൊന്ന് മാറുന്നു. അപ്പോഴാണ് കലീൽ എല്ലാ കാര്യങ്ങളും അങ്ങ് പറയുന്നത്. ഇവരുടെ നിയമം അനുസരിച്ച് ഒരാഴ്ചയിൽ ഒരേ സ്റ്റോറിൽ തന്നെ 2 വട്ടം കയറാൻ പാടില്ല. എന്നാൽ എമിലി ആ റൂൾ അങ്ങ് തെറ്റിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രൂഫാണേലോ കലീലിൻ്റെ കയ്യിലുമുണ്ട്. എന്തോ ഭാഗ്യത്തിന് മുഖം മറച്ചുകൊണ്ടാണ് എമിലി നടക്കുന്നത്. ഇതെങ്ങാനും പോലീസുകാരുടെ കയ്യിൽ കിട്ടിയ എമിലീനെ കണ്ടെത്താൻ അധികം സമയമൊന്നും വേണ്ട. എമിലീനെ പിടിച്ചാൽ യൂസഫും കുടുങ്ങും, കലീലും കുടുങ്ങും. സോ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ചൂടാവുന്നു. എമിലിക്കാണെങ്കിൽ നല്ലവണ്ണം ദേഷ്യം വരുന്നുണ്ട്. എന്നാൽ അതൊന്നും കാണിക്കാൻ ഒരു മാർഗവുമില്ല. കാരണം യൂസഫിൻ്റെ ഉമ്മാക്ക് ഇതൊന്നും അറിയില്ല. സോ തൽക്കാലത്തിന് എല്ലാവരും മിണ്ടാണ്ടിരിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി യൂസഫ് എമിലീനെ കാണാൻ വരുന്നു. അവനാണെങ്കിൽ ആകെ ദേഷ്യത്തിലാണ് വന്നിട്ടുള്ളത്. അത് മാത്രമല്ല, അവൻ്റെ നെറ്റിയിലായിട്ട് ചോരയൊക്കെ കാണാനുണ്ട്. ഇത് കണ്ടേക്ക് എമിലിയാണെങ്കിൽ എന്താ കാര്യം എന്നൊക്കെ കുറേ ചോദിക്കുന്നുണ്ട്. സംഭവം വേറൊന്നുമില്ല, കഴിഞ്ഞ 5 മാസമായിട്ട് കലീലിൻ്റെ കീഴിൽ പട്ടിയെ പോലെയാണ് യൂസഫ് പണിയെടുക്കുന്നത്. എന്നിട്ട് ഇന്നേ വരെ സാലറി എന്ന് പറയുന്ന ഒരു സാധനം അങ്ങേര് കൊടുത്തിട്ടില്ല. പക്ഷെ അതൊന്നും വക വെക്കാതെയാണ് അവൻക്ക് വേണ്ടി പണിയെടുത്തിരുന്നത്. യൂസഫ് ആണെങ്കിൽ ഇപ്പം എമിലിയുടെ കൂടെയാണ്. അതറിഞ്ഞ പാട് കലീൽ അങ്ങ് ഗെറ്റ് ഔട്ട് അടിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇത്രയും കാലം അങ്ങേർക്ക് വേണ്ടി പണിയെടുത്തിട്ട് 5ന്റെ പൈസ കൊടുക്കാണ്ട പറഞ്ഞു വിട്ടിട്ടുള്ളത്. പ്രോപ്പർട്ടിയുടെ ഓണറായ റഹാദ് ആണെങ്കിൽ യൂസഫിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഡൗൺ പേയ്മെന്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ താൻ ആഗ്രഹിച്ച പ്രോപ്പർട്ടി കയ്യിൽ നിന്ന് പോവും. സോ ആകെ ദേഷ്യത്തിലാണ് പുള്ളിക്കാരൻ. അത് മാത്രമല്ല, അവിടെ വെച്ച് പുള്ളിക്കാരൻ ഒരു തീരുമാനം എടുത്തു. ഉടൻ തന്നെ കലീലിൻ്റെ ഓഫീസ്, സ്റ്റോറേജ് യൂണിറ്റ്, യൂസഫും കലീലും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ബിസിനസ് അക്കൗണ്ട് എന്ന് വേണ്ട സകലമാന സാധനവും കൊള്ളയടിക്കാനാണ് യൂസഫ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എമിലിയോട് കൂടെ നിൽക്കാനാണ് പറയുന്നത്. എന്നാൽ ഇത് കേട്ടേക്ക് എമിലിക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്നറിയില്ല. ഒരു കണക്കിന് യൂസഫ് എങ്ങാനും കലീലിനെ റോബ് ചെയ്ത് കഴിഞ്ഞാൽ കലീൽ ബ്ലെയിം ചെയ്യാൻ പോകുന്നത് സാക്ഷാൽ എമിലീനെ തന്നെയാണ്. സോ യൂസഫിൻ്റെ കൂടെ നിൽക്കുക എന്നല്ലാണ്ട് എമിലിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ പോരാത്തിന് മോഷ്ടിച്ചതിൽ നിന്ന് ഒരു ഷെയർ അവൾക്ക് കൊടുക്കാമെന്നും പറയുന്നു. പക്ഷേ എമിലി തൽക്കാലം അവളുടെ തീരുമാനം പറയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലിസി അറേഞ്ച് ചെയ്ത ഇൻ്റർവ്യൂ വരുന്നത്. അവളുടെ അവസാനത്തെ കച്ചിത്തുരുമ്പ പിടിച്ചു കയറിയേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇൻ്റർവ്യൂക്ക് പോകുന്നു. എന്നാൽ അതൊരു പെയ്ഡ് വർക്ക് ആയിരുന്നില്ല, ഒരു ഇൻറ്റേൺഷിപ്പ് പോലെ ജോയിൻ ചെയ്യുക. വർക്കാണേലോ ഫുൾ ഡേ ഉണ്ടതാനും. ചുരുക്കി പറഞ്ഞാൽ പൈസ ഇല്ലാണ്ട് പണിയെടുക്കുക. കുറച്ചു കാലം വർക്ക് ചെയ്താൽ മാത്രമാണ് ആ കമ്പനിയിൽ പെർമനൻ്റ് ആവുള്ളൂ. പക്ഷെ അതുവരെ വെയിറ്റ് ചെയ്യാൻ എമിലീനെ കൊണ്ട് പറ്റത്തില്ല. കടത്തിൻ്റെ മുകളിൽ കടാണ്. അങ്ങനെ എമിലി അവിടെ നിന്ന് അങ്ങ് ചൂടായിട്ട് ഇറങ്ങിപ്പോകുന്നു. അവസാനത്തെ കച്ചിത്തുരുമ്പായിരുന്നു, അതും കൂടെ ഇല്ലാണ്ടായി. ഇനിയിപ്പോൾ പൈസ ഉണ്ടാക്കാൻ ഒരേ ഒരു മാർഗം മാത്രം, യൂസഫ്. അങ്ങനെ യൂസഫിനെ കാണാൻ പോകുന്നു, കൂടെ നിൽക്കുന്നു. അങ്ങനെ അവർ 2 പേരും കൂടെ വേഗം തന്നെ കലീലിൻ്റെ ഓഫീസിലോട്ട് പോകുന്നു. അവിടെയാണ് ഇവരടിച്ചെടുത്ത മുഴുവൻ സാധനങ്ങളും സൂക്ഷിച്ചു വെക്കുക. എന്നാലിപ്പോൾ അതിനകത്തൊരു സാധനം പോലുമില്ല. യൂസഫ് കലീലിനെ കൊള്ളയടിക്കുന്നതിന് മുമ്പ് കലീൽ യൂസഫിനെ കൊള്ളയടിച്ചു. ഈ ഓഫീസ് മാത്രമല്ല, കലീലും യൂസഫും കൂടെയുള്ള ബിസിനസ് അക്കൗണ്ട് അടക്കം ഇപ്പോൾ കാലിയാണ്. അതിനകത്ത് 5ന്റെ പൈസ പോലും കലീൽ ബാക്കി വെച്ചിട്ടില്ല. ഇതൊക്കെ അറിഞ്ഞപാട് യൂസഫാണെങ്കിൽ ആകെ കയ്യിൽ നിന്ന് പോവുകയാണ്. അവൻ്റെ 2 വർഷത്തെ കഷ്ടപ്പാടാണ് ഒറ്റയടിക്ക് ഇല്ലാണ്ടായത്. ഈ ഒരു ദേഷ്യം മൊത്തം തീർക്കുന്നത് എമിലിയോടും. ആ ഒരു പോയിന്റ് വെച്ചാണ് എമിലി അങ്ങോട്ടൊരു കാര്യം പറയുന്നത്. ഇവിടെ ഇരുന്ന് മൂങ്ങിയിട്ട് ഒരു കാര്യമില്ല, നീ തിരിച്ച് പ്രതികരിക്കില്ല എന്ന് അവനക്ക് നന്നായിട്ടറിയാം. അത് തന്നെയാണ് നമ്മളുടെ ഓപ്പർച്യൂണിറ്റി. ഇതാണ് കറക്റ്റ് സമയം. ഇവന്മാരെ പോലുള്ളവർ നമ്മളെ ഇന്ന് കട്ടെടുത്തുകൊണ്ടേയിരിക്കും. നമ്മളൊരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല. എന്നാൽ ഇതൊക്കെ കേട്ടിട്ടും യൂസഫ് ആണെങ്കിൽ നൈസായിട്ട് പേടിച്ചിരിക്കുകയാണ്. കാരണം കലീൽ ഒറ്റയ്ക്കല്ല, അവൻ്റെ കൂടെ കുറച്ച് അർമേനിയൻസ് ഉണ്ട്. അവരാണെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരാ. ഇതൊക്കെ കേട്ടേക്ക് എമിലി പറയാണ്, എന്തോന്ന് ഡേഞ്ചർ, നമ്മളാണ് ഡേഞ്ചർ. ഇതൊക്കെ പറയുന്ന സമയത്ത് വല്ലാത്തൊരു പ്രതികാര മൈൻഡാണ് യൂസഫ് എമിലിയിൽ കാണുന്നത്. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മുഖം. അങ്ങനെ എമിലി പറഞ്ഞ അനുസരിച്ച് അവരങ്ങ് ഇറങ്ങിത്തിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളുടെ പേരിലുള്ള അസോൾട്ട് കേസിനെ കുറിച്ച് പുള്ളിക്കാരൻ അങ്ങ് ചോദിക്കുന്നത്. എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഭയങ്കര ടോക്സിക്കാണ്. എന്നാൽ എനിക്കാണെങ്കിൽ അവനെ പേടിയുണ്ടായിരുന്നില്ല. ചില സമയങ്ങളിൽ എൻ്റെ ഉള്ളിലൊരു മൃഗമുണ്ട്, അതങ്ങ് പുറത്തു വരും. പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്കെന്നെ അറിയില്ല. സോ ഇന്നത്തെ രാത്രി ഞാൻ കൺട്രോളിലായിരിക്കില്ല. ഡോണ്ട് ഗെറ്റ് സോ ക്ലോസ് ടു മീ എന്നും പറഞ്ഞങ്ങ് ഇറങ്ങിത്തിരിക്കുന്നു. അങ്ങനെ കലീലിൻ്റെ വീടെത്തി. ഫുഡ് ഡെലിവറി ഗേളായിട്ടാണ് എമിലി അങ്ങ് പോകുന്നത്. പോവാന്ന് മാത്രമല്ല, ബെല്ലടിക്കുന്നു. അങ്ങനെ വീടിനകത്തുള്ളൊരു സെക്യൂരിറ്റി വാതിൽ തുറക്കുന്നു. സാറേ, കലീൽ എന്നയാൾ ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടേക്ക് സെക്യൂരിറ്റി ആണെങ്കിൽ പുറത്തേക്ക് വരുന്നു. ആ ഒരു തക്കം നോക്കി ഷോക്ക് അടിപ്പിക്കുന്നു, ഡിക്കി കയറ്റുന്നു, അവൻ്റെ ഫോണും അങ്ങ് കൈക്കലാക്കുന്നു. എന്നിട്ട് അങ്ങേരുടെ ഫോണിൽ നിന്ന് അകത്തുള്ള അർമേനിയൻസിന് ഒരു മെസ്സേജ് അയക്കുന്നു. ഞാൻ സിറ്റിയിലേക്ക് പോവുകയാണ്, എൻ്റെ കാർ ആരോ മോഷ്ടിച്ചു എന്നും പറഞ്ഞുകൊണ്ട്.
ഇതൊക്കെ കണ്ടേക്ക് ലെവന്മാരാണെങ്കിൽ മറ്റവനാന്നും കരുതി നേരെ സിറ്റിയിലേക്ക് പോകുന്നു. സോ വീടിനകത്ത് ആരുമില്ല, കലിയിലൊഴികെ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ശബ്ദം ഉണ്ടാക്കാതെ പതുക്കെ പതുക്കെ അകത്ത് കയറുന്നു. എന്നാൽ പെട്ടെന്നുള്ള അർമേനിയൻസിന്റെ പോക്ക് കണ്ടേക്ക് കലീലിന് നല്ല സംശയമുണ്ട്. അതുകൊണ്ട് തൻ്റെ വീടിനകത്ത് എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഒളിച്ചിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കലീൽ ഇവരെ അങ്ങ് കാണുന്നത്. പിന്നെ പറയണ്ടല്ലോ, യൂസഫിന്റെ തലയ്ക്കങ്ങ് അടിക്കുകയാണ് കലീൽ, അതും നല്ല മാരകമായിട്ടുള്ള അടി. അതോടുകൂടെ യൂസഫിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. എമിലിയാണേലോ കലീലിനെ എതിർക്കാൻ നോക്കുന്നു. പക്ഷെ ഒരു കാര്യമില്ല, അവളുടെ കഴുത്തിന് പിടിക്കാണ് കലീൽ. എന്നാൽ കാറ്ററിംഗ് സർവീസിൽ ഒരു കത്തിയും കൊണ്ടാണ് എമിലി ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. സോ പോക്കറ്റിൽ നിന്ന് കത്തിയെടുക്കുന്നു, അങ്ങേർക്കിട്ടൊരു പണി അങ്ങ് കൊടുക്കുന്നു. അങ്ങേർക്കാണെങ്കിൽ വേദന സഹിക്കാൻ പറ്റുന്നില്ല. എമിലിയാണേലോ ഒരു മൃഗത്തെ പോലെയാണ് പെരുമാറുന്നത്. യൂസഫിനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അവളുടെ ഉള്ളിൻ്റെ കൺട്രോൾ ഇല്ലാത്ത മൃഗത്തെക്കുറിച്ച്. അങ്ങനെ എമിലി പൈസ എവിടെയെന്ന് ചോദിക്കുന്നു. എന്നാൽ അങ്ങേരാണെങ്കിൽ പറയാൻ തയ്യാറാവുന്നില്ല. പിന്നെ എമിലി ഒന്നും നോക്കിയില്ല, 10 വരെ അങ്ങ് എണ്ണുന്നു. ഈ എണ്ണലൊക്കെ കണ്ട് പേടിച്ചിരിക്കുകയാണ് കലീൽ. സോ പൈസ എവിടെയെന്ന് അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ പൈസ എടുക്കുന്നു, യൂസഫിനെ കൊണ്ട് സ്ഥലം വിടുന്നു. യൂസഫാണെങ്കിൽ പാതി മരിച്ചിരിക്കുകയാണ്. തനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തവുമില്ല. 2 കൈയും രക്തത്തിൽ കുളിച്ചാണ് ഇരിക്കുന്നത്. പോലീസുകാരെപ്പോൾ വേണേലും സ്ഥലത്തെത്താം. അങ്ങനെ എമിലി യൂസഫിനെയും കൊണ്ട് കാറിലോട്ട് പോകുന്നു. കാറിൻ്റെ കീ ആണെങ്കിൽ കാണുന്നില്ല. പോലീസുകാരാണെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അവൾക്കിനി 2 ഓപ്ഷനാണ് ബാക്കിയുള്ളത്. ഒന്നില്ലെങ്കിൽ പോലീസിനെയും പ്രതീക്ഷിച്ച് പ്രണയത്തിന് വേണ്ടി നിൽക്കുക, അല്ലാന്നുണ്ടെങ്കിൽ താൻ എന്തിനു വേണ്ടിയിട്ടാണോ ഇത്രയും കാലം ഓടിയത് അതും കൊണ്ട് സ്ഥലം വിടുക. ഇതിലെ 2ാമത്തെ ഓപ്ഷനാണ് എമിലി അങ്ങ് സ്വീകരിക്കുന്നത്. പോലീസുകാർ വരുന്നതിന് മുമ്പ് യൂസഫിനോടൊരു സോറിയും പറഞ്ഞ് പൈസയും കൊണ്ടങ്ങ് സ്ഥലം വിടുന്നു. അവൾ ആകെ കയ്യിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി അവളുടെ അപ്പാർട്ട്മെന്റിലോട്ട് പോലീസുകാരെത്തി. എന്നാൽ എമിലി അങ്ങ് ദൂരെ മെക്സിക്കോയിലാണ്. അവിടെ ചെന്ന് പോലീസുകാർക്ക് അവളെ അറസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഈ മെക്സിക്കോയിൽ അവൾ എന്താ ചെയ്യുന്നതെന്ന് അറിയണ്ടേ? അതേ, ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ്. ഇവളെപ്പോലെ പൈസക്ക് അത്യാവശ്യമുള്ള ആൾക്കാരെ, മണിക്കൂറിന് $1 വേണ്ട ആൾക്കാരെ സെറ്റാക്കുന്നു, പണി അങ്ങ് തുടങ്ങുന്നു. ഇവിടെ വെച്ചിട്ടാണ് ഈ സിനിമ അങ്ങ് അവസാനിക്കുന്നത്. കുറച്ചു മുമ്പ് യൂസഫിന്റെ ഉമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, എമിലി നീ എവിടെയൊക്കെ എത്തും. ചിലപ്പോൾ എമിലി ദ ഡോക്ടറാകാം, എമിലി ദ ടീച്ചറാകാം, അങ്ങനെ എന്തും ആകാം. അവസാനായി എമിലി ദി ക്രിമിനൽ. അത് തന്നെയാണ് ഈ സിനിമയുടെ പേരും. ഒരാളുടെ ലൈഫ് എന്തായി തീരുമാനിക്കുന്നത് 2 കാര്യങ്ങളാണ്. അതിലൊന്ന് അവരവരുടെ ചോയ്സസ്, 2 ആ ചോയ്സസ് എല്ലാം എന്തിനു വേണ്ടി എടുക്കുന്നു. അത് പണം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണെങ്കിൽ ദി കർമ്മ ഈസ് വെയിറ്റിംഗ്. അപ്പോൾ ഓക്കെ, ബൈ.